Hi all, welcome back to Sharp's Chem Spark. ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്കൽ കെമിസ്ട്രിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റ് ആണ്. ഈ വീഡിയോയിൽ കുറേ ഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ സോളിഡ് സ്റ്റേറ്റിൽ ബാക്കി വരുന്ന ഭാഗങ്ങൾ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് എന്താണ് സോളിഡ്സ് എന്ന് നോക്കാം. കാരണം ഞാൻ ബേസിക് മുതൽ തന്നെ ഉൾപ്പെടുത്താൻ കാരണം ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് സോളിഡ് സ്റ്റേറ്റ് എന്ന് ബേസിക് ലെവലിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ നോക്കാം. എന്താണ് സോളിഡ്സ്? സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് വോളിയംസ് ആൻഡ് ഡെഫിനിറ്റ് ഷേപ്സ്. ദി പാർട്ടിക്കിൾസ് ഇൻ സോളിഡ്സ് ആർ held together by strong forces and the solid state is the most ordered state. Most ordered state ആണ് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് നോക്കാം നെക്സ്റ്റ് ടോപ്പിക്. ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ്. ഫസ്റ്റ് വൺ, ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ദി സബ്സ്റ്റൻസസ് whose constituents are arranged in a definite orderly arrangement are called crystalline solid. Crystalline substances exhibit anisotropy. എന്താണ് anisotropy? They have different physical properties in different directions. ഇനി ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എക്സാമ്പിൾ ആണ് NaCl, അതുപോലെ തന്നെ ഡയമണ്ട്. Second one, amorphous solids. The substances whose constituents are not arranged in an orderly arrangement are called amorphous substances. They exhibit isotropy. Example, rubber, glass, plastics. ഇനി ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമുക്ക് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മോളിക്കുലാർ സോളിഡ്സ്, അയോണിക് സോളിഡ്സ്, കോവാലന്റ് സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ്. നമ്മൾ +2 ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ഓരോ ക്രിസ്റ്റലൈൻ സോളിഡ്സിനും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഈ എക്സാമ്പിൾ തന്നിട്ട് അത് മോളിക്കുലാർ ആണോ, കൊവാലൻ്റ് ആണോ, മെറ്റാലിക് ആണോ, അയോണിക് ആണോ എന്ന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ +2 ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് സ്കോർ ചെയ്യാം. ഇനി നമുക്ക് 7 ബേസിക് ക്രിസ്റ്റൽ ലാറ്റിസ് നോക്കാം. അപ്പോൾ 4 കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ക്രിസ്റ്റൽ ലാറ്റിസ്, എഡ്ജ് ലെങ്ത്, ആക്സിയൽ ആംഗിൾസ്, എക്സാമ്പിൾസ്. ഇപ്പോൾ 7 ബേസിക് ക്രിസ്റ്റൽ ലാറ്റിസ്. ഈ ഏരിയ ഒന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ബേസിക് ക്രിസ്റ്റൽ ലാറ്റിസ് നോക്കാം. ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, ഹെക്സാഗണൽ, റോംബോഹെഡ്രൽ, ട്രൈക്ലിനിക്. ഇത് കോഡ് വെച്ചിട്ടൊക്കെ പഠിക്കാറുണ്ട്. ഞാൻ സാധാരണയായിട്ട് CT or HMT എന്നാണ് ഞാൻ ഓർത്ത് വെക്കാറുള്ളത്. അതായത് നമ്മൾ ഓരോ ബേസിക് ക്രിസ്റ്റലിലെയും ഫസ്റ്റ് ലെറ്റർ എടുത്തിട്ടാണ് ഞാൻ ഓർത്ത് വെക്കാറുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോഡ് വെച്ചിട്ട് അത് ഓർത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്യൂബിക് ആണെങ്കിൽ അതിൻ്റെ എഡ്ജ് ലെങ്ത് A = B = C, ആക്സിയൽ ആംഗിൾസ് ആൽഫ = ബീറ്റ = ഗാമ = 90 ഡിഗ്രി. എക്സാമ്പിൾസ് സിങ്ക് സൾഫൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്. ടെട്രാഗണൽ ആണെങ്കിൽ A = B ≠ C, ആൽഫ = ബീറ്റ = ഗാമ = 90 ഡിഗ്രി. എക്സാമ്പിൾ ടിൻ ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ്. ഓർത്തോറോംബിക് A ≠ B ≠ C, ആൽഫ = ബീറ്റ = ഗാമ = 90 ഡിഗ്രി. റോംബിക് സൾഫർ, പൊട്ടാസ്യം നൈട്രേറ്റ്. മോണോക്ലിനിക് A ≠ B ≠ C, ആൽഫ = ഗാമ = 90 ഡിഗ്രി, ബീറ്റ ≠ 90 ഡിഗ്രി. എക്സാമ്പിൾ ലെഡ് ക്രോമേറ്റ്. ഹെക്സഗണൽ A = B ≠ C, ആൽഫ = ബീറ്റ = 90 ഡിഗ്രി, ഗാമ = 120 ഡിഗ്രി. എക്സാമ്പിൾ സിങ്ക് ഓക്സൈഡ്, ഗ്രാഫൈറ്റ്. റോംബോഹെഡ്രൽ A = B = C, ആൽഫ = ബീറ്റ = ഗാമ ≠ 90 ഡിഗ്രി. എക്സാമ്പിൾ കാൽസ്യം കാർബണേറ്റ്. ട്രൈക്ലിനിക് A ≠ B ≠ C, ആൽഫ ≠ ബീറ്റ ≠ ഗാമ ≠ 90 ഡിഗ്രി. എക്സാമ്പിൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആൻഡ് കോപ്പർ സൾഫേറ്റ്. നെക്സ്റ്റ് വൺ, കോർഡിനേഷൻ നമ്പർ ആൻഡ്
റേഡിയസ് റേഷ്യോ. ഞാൻ ഈ വീഡിയോയിൽ ഒന്നിൻ്റെയും പിക്ചറൊന്നും കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ഇതിൻ്റെയും പിക്ചേഴ്സ് കിട്ടും, ഓരോ ക്രിസ്റ്റലിൻ്റെയും. അതുപോലെ തന്നെ കോർഡിനേഷൻ നമ്പർ എന്താണ് അതൊക്കെ നല്ല പിക്ചർ വെച്ചിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടാവും. എന്താണ് കോർഡിനേഷൻ നമ്പർ? ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് അയോൺസ് ഓർ ആറ്റംസ് സറൗണ്ടിങ് ദി സെൻട്രൽ അയോൺ ഓർ ആറ്റം ഇൻ 3-dimensional space. Radius ratio, in the case of ionic solid, it is the ratio of the radius of the cation to the radius of the anion. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുള്ളത് നമുക്ക് ഏതെങ്കിലും ഒരു സ്ട്രക്ചർ തന്നിട്ട് അതിൻ്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്, അല്ലെങ്കിൽ അതിൻ്റെ റേഡിയസ് റേഷ്യോ തന്നിട്ട് അത് എത്രയാണ് കോർഡിനേഷൻ നമ്പർ കാണിക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അത് ഞാനൊരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേഡിയസ് റേഷ്യോ ആൻഡ് കോർഡിനേഷൻ നമ്പർ. ഇപ്പോൾ റേഡിയസ് റേഷ്യോ ലെസ് ദാൻ 0.155 ആണെങ്കിൽ അതിൻ്റെ കോർഡിനേഷൻ നമ്പർ 2 ആയിരിക്കും. അതിവിടെ വോയിഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സ്ട്രക്ചർ തന്നെയാണ്. ടൈപ്പ് ഓഫ് വോയിഡ് എന്ന് പറയുന്നത് ലീനിയർ ആണ്. 0.155 to 0.225 ആണെങ്കിൽ കോർഡിനേഷൻ നമ്പർ 3 ട്രയാങ്കുലാർ പ്ലാനാർ. എക്സാമ്പിൾ B2O3. 0.225 to 0.414 ആണെങ്കിൽ കോർഡിനേഷൻ നമ്പർ 4 ടെട്രാഹെഡ്രൽ ആയിരിക്കും. സിങ്ക് സൾഫൈഡ് കോപ്പർ ക്ലോറൈഡ് ആണ് എക്സാമ്പിൾ. 0.414 to 0.732 ആണെങ്കിൽ കോർഡിനേഷൻ നമ്പർ 6 ഒക്ടാഹെഡ്രൽ ആയിരിക്കും. NaCl MgO. 0.732 to 1 ആണെങ്കിൽ കോർഡിനേഷൻ നമ്പർ 8 ക്യൂബിക് ആയിരിക്കും അത്. എക്സാമ്പിൾ സീസിയം ക്ലോറൈഡ് അമോണിയം ബ്രോമൈഡ്. ഇനി റേഡിയസ് റേഷ്യോ 1 ആണെങ്കിൽ കോർഡിനേഷൻ നമ്പർ 12 ആയിരിക്കും. അതിൽ ടൈപ്പ് ഓഫ് വോയിഡ് എന്ന് പറയുന്നത് ക്ലോസ് പാക്കിംഗ് ആണ്. അത് CCP ആവാം ആൻഡ് HCP ആവാം. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് അല്ലെങ്കിൽ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ആവാം. എക്സാമ്പിൾസ് മെറ്റൽസ്. നെക്സ്റ്റ് വൺ, 3 important cubic crystals. First one, simple cubic. In this arrangement, atoms, ions or molecules present at all the corners of a cube. ഇപ്പോൾ യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റം ഉണ്ടാവും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിലും 8 കോർണർ ആറ്റംസ് ഇൻറ്റു 1/8 ആറ്റം പെർ യൂണിറ്റ് സെല്ലാണ്. അപ്പോൾ അതിൽ സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ 1 ആറ്റം പെർ യൂണിറ്റ് സെല്ലായിരിക്കും. ഇനി സെക്കൻഡ് വൺ, ബോഡി സെൻറ്റേർഡ് ക്യൂബിക്. In this arrangement, all the corners as well as the center of a cube are occupied by atoms, ions or molecules. The unit cell contains, സെൻറ്ററിൽ വരുന്നുണ്ട്, അപ്പോൾ 1 സെൻറ്റർ ആറ്റം പ്ലസ് 8 ഇൻറ്റു കോർണർ ആറ്റം ഇൻറ്റു 1/8 ആറ്റം പെർ യൂണിറ്റ് സെൽ. BCC ആണെങ്കിൽ 2 ആറ്റം പെർ യൂണിറ്റ് സെൽ ആയിരിക്കും. ഇനി തേർഡ് വൺ, ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്. In this arrangement, all the corners as well as the center of each of the 6 faces is occupied by atoms, ions or molecules. The unit cell contains 6 into 1/2 atom per unit cell plus 8 into quarter atom into 1/8 atom per unit cell equal to 4 atom per unit cell. Face center ആണെങ്കിൽ 4 atom ആയിരിക്കും ഒരു യൂണിറ്റ് സെല്ലിൽ ഉണ്ടാവുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, നമുക്ക് ചില സ്ട്രക്ചർ തന്നിട്ട് അത് ഏത് അറേഞ്ച്മെൻ്റ് ആണ്, എത്രയാണ് കോർഡിനേഷൻ നമ്പർ കാണിക്കുക, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സ്ട്രക്ചർ നോക്കാം. സ്ട്രക്ചർ ഓഫ് സം സിമ്പിൾ കോമ്പൗണ്ട്സ്. ഫസ്റ്റ് വൺ, റോക്ക് സാൾട്ട് സ്ട്രക്ചർ NaCl. ഇപ്പോൾ ഓരോന്നും പോയിൻ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ വരുന്നത്. നിങ്ങൾക്ക് പിക്ചർ വേണമെങ്കിൽ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുക്കിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ NaCl ആണെങ്കിൽ അതിന് CCP ക്യൂബിക് ക്ലോസ് പാക്കിംഗ് അല്ലെങ്കിൽ FCC സ്ട്രക്ചർ ആയിരിക്കും. ഹിയർ Na പ്ലസ് അയോൺസ് occupy in the octahedral voids. Cl minus ions form cubic close packed structure. Each Na plus ion is bounded by 6 Cl minus ions and vice versa. Hence, coordination number of each is 6:6 coordination. Na plus ion coordination number 6, അതുപോലെ തന്നെ Cl minus 6 ആയിരിക്കും. ഇനി ഇതിൽ expected radius ratio is 0.414 but actual value is 0.525. Then number of Na plus ions
12 into 1 by 4 അതായത് എഡ്ജ് സെൻറ്ററിൽ വരുന്നുണ്ട് പ്ലസ് 1 ബോഡി സെൻറ്ററിൽ വരുന്നുണ്ട് 4 ആണ് വരുന്നത്. നമ്പർ ഓഫ് Cl മൈനസ് അയോൺസ് 8 into 1 by 8 plus 6 into 1 by 2 equal to 4. Therefore, number of NaCl per unit cell is equal to 4. ഇനി ഇതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. LiX, KX അതായത് എക്സ് ഹാലജൻസ്, AgCl, AgBr, MgO, CaO. നെക്സ്റ്റ് വൺ സ്ട്രക്ചർ ഓഫ് cesium chloride. BCC സ്ട്രക്ചർ ആണ് വരുന്നത്. അതിലുള്ള പോയിന്റ്സ് നോക്കാം. Cl മൈനസ് അയോൺസ് അറ്റ് ദി കോർണേഴ്സ് ഓഫ് എ ക്യൂബ് ആൻഡ് cesium പ്ലസ് അയോൺസ് അറ്റ് ദി സെൻറ്റർ, ദാറ്റ് ഈസ് ഇൻ എ ക്യൂബിക് വോയിഡ്. അത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. cesium പ്ലസ് അയോണ് എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളത് ക്യൂബിക് വോയിഡിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ദി കോർഡിനേഷൻ നമ്പർ ഓഫ് cesium പ്ലസ് ആൻഡ് Cl മൈനസ് അയോൺസ് ഇൻ cesium chloride crystal ആർ 8 and 8 റെസ്പെക്റ്റീവ്ലി. നമ്പർ ഓഫ് Cl മൈനസ് അയോൺസ് 8 into 1 by 8 equal to 1 ആണ് വരുന്നത്. നമ്പർ ഓഫ് cesium പ്ലസ് അയോൺസ് ഈക്വൽ ടു 1 ബോഡി സെൻറ്ററിലാണ് വരുന്നത്. So, number of cesium chloride per unit cell equal to 1. Expected radius ratio 0.732, but actual one is 0.93. ഇനി ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് cesium bromide, cesium iodide. Next one, structure of zinc blend. Sphalerite ആൽഫ സിങ്ക് സൾഫൈഡ്. അതായത് സിങ്ക് സൾഫൈഡ് രണ്ട് രീതിയിൽ എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. ഒന്ന് സിങ്ക് ബ്ലെൻഡായിട്ടും അതുപോലെ തന്നെ വൂഡ്സൈറ്റ് സ്ട്രക്ചറിലും കാണാറുണ്ട്. സിങ്ക് ബ്ലെൻഡ് ആൽഫ സിങ്ക് സൾഫൈഡ്, അതുപോലെ വൂഡ്സൈറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ബീറ്റ സിങ്ക് സൾഫൈഡാണ്. രണ്ടും സിങ്ക് സൾഫൈഡ് തന്നെയാണ്. വ്യത്യാസം എന്ന് പറയുന്നത് ആൽഫ സിങ്ക് സൾഫൈഡ് ആണെങ്കിൽ അത് FCC അറേഞ്ച്മെൻ്റ് ആണ് വരുന്നത്. ഇനി വൂഡ്സൈറ്റ് സ്ട്രക്ചറിൽ അത് ഹെക്സഗണൽ ക്ലോസ് പാക്ക്ഡ് അറേഞ്ച്മെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതിലെ മെയിൻ പോയിന്റ്സ് നോക്കാം. സിങ്ക് ബ്ലെൻഡ് സ്ഫാലറൈറ്റ് സ്ട്രക്ചർ ആണെങ്കിൽ S2 മൈനസ് അയോൺസ് ആർ പ്രസൻറ്റ് ഇൻ FCC അറേഞ്ച്മെൻറ്റ്. Zinc 2 plus ions occupy the alternate tetrahedral voids. The coordination number of zinc 2 plus ions and S2 minus ions in zinc sulfide crystal are 4 and 4 respectively, that is 4 zinc sulfide per unit cell. Expected radius ratio 0.225, but the actual ratio is 0.40. Some more examples are CuBr, CuI, CuCl, BES. Then woodside structure ആണെങ്കിൽ beta zinc sulfide ആണ്, HCP arrangement. The coordination number of zinc 2 plus ions and S2 minus ions in zinc sulfide crystal are 4 and 4 respectively, that is 4 zinc sulfide per unit cell. Here zinc 2 plus ions occupy in the tetrahedral voids. രണ്ടും സെയിം തന്നെയാണ്, 4:4 തന്നെയാണ് കോർഡിനേഷൻ നമ്പറൊക്കെ വരുന്നത്, പക്ഷെ അറേഞ്ച്മെൻറ്റിലാണ് വ്യത്യാസം വരുന്നത്. സ്ട്രക്ചർ ഓഫ് കാൽസ്യം ഫ്ലൂറൈഡ് CaF2. It is an ionic solid and known as fluorite structure. Ca2 plus ions are present in FCC arrangement. Here F minus ions occupy all the tetrahedral voids. The coordination number of Ca2 plus ions and F minus ions in CaF2 crystals are 8 and 4 respectively. Some more examples are strontium fluoride, barium fluoride, lead fluoride, barium chloride, cadmium fluoride, thorium oxide. ഇനി നമുക്ക് ആൻറ്റി ഫ്ലൂറൈറ്റ് സ്ട്രക്ചർ നോക്കാം. ആൻറ്റി ഫ്ലൂറൈറ്റ് സ്ട്രക്ചർ Na2O. ഇറ്റ് ഈസ് ആൻ അയോണിക് സോളിഡ്. ഹിയർ O2 മൈനസ് അയോൺസ് ആർ പ്രസൻറ്റ് ഇൻ FCC arrangement. Na plus ions occupy all the tetrahedral voids. The coordination numbers of Na plus ions and O2 minus ions in Na2O crystal are 4 and 8 respectively. Some more examples are Li2O, K2S, K2O and Rb2O.
Then structure of diamond. Covalent solid ആണ്. Here carbon atoms are present in FCC arrangement as well as alternate tetrahedral voids. Coordination number of carbon is 4, which is also its covalency. Some more examples are silicon, germanium. Next one, rutile structure, titanium dioxide. It is not based on exact CCP arrangement. Unit cell is not cubic but tetragonal. Here, each titanium 4 plus ions is surrounded in a distorted octahedron by 6 O2 minus ions, and each O2 minus ions is surrounded by 3 titanium 4 plus ions in a triangular fashion. Coordination number of titanium 4 plus ions is 6 and that of O2 minus ion is 3, that is 6:3 coordination. ഇതാണ് അധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. ടൈറ്റാനിയം 4 പ്ലസ് അയോണിൻ്റെ കോർഡിനേഷൻ നമ്പർ 6ഉം O2 മൈനസ് അയോണിൻ്റെ കോർഡിനേഷൻ നമ്പർ 3ഉം ആണ്. ഹെൻസ് യൂണിറ്റ് സെൽ കണ്ടെയ്ൻസ് 2 titanium 4 plus ions and 4 O2 minus ions. Next area, magnetic properties of solids. First one, diamagnetic substances weakly repelled by the magnetic field and do not have any unpaired electrons. Example, titanium dioxide, NaCl. Then paramagnetic substances attracted by the magnetic field and have unpaired electrons. They lose magnetism in the absence of magnetic field. Example, O2. Ferromagnetic substances, they are attracted by the magnetic field and show permanent magnetism even in the absence of magnetic field. Example, iron, cobalt, nickel, chromium dioxide. ഈ ഏരിയയിൽ നിന്ന് എക്സാമ്പിൾസ് തന്നിട്ട് ഫെറോമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ അങ്ങനെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ആൻറ്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് which are expected to possess paramagnetism or ferromagnetism on the basis of unpaired electrons, but actually they possess zero net മാഗ്നറ്റിക് മൊമെൻറ്റ്. അത് ആ അലൈൻമെൻറ്റ് പരസ്പരം ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എക്സാമ്പിൾ MnO, FeO ഒക്കെ കാണിക്കാറുണ്ട്. ദെൻ ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് which are expected to possess large magnetism on the basis of unpaired electrons but actually have small net magnetic moment. Example, Fe3O4. നെക്സ്റ്റ് ഏരിയ ബ്രാഗ്സ് ലോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും അതിൻ്റെ എന്താണ് പ്രിൻസിപ്പൾ തിയറി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതിൻ്റെ ഇക്വേഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. ഈ ഇക്വേഷൻ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ആംഗിൾ തന്നിട്ട് അതിന് വേവ് ലെങ്ത് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനോ അങ്ങനെ ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്താണ് ബ്രാഗ്സ് ലോ? ബ്രാഗ് ഡിറൈവ്ഡ് എ സിമ്പിൾ റിലേഷൻ ബിറ്റ്വീൻ ദി വേവ് ലെങ്ത് ലാംഡ ഓഫ് ദി എക്സ്റേസ് യൂസ്ഡ്, the distance d between the successive atomic planes and the angle of incident X-rays or the angle of reflection theta. ഇതാണ് ഇക്വേഷൻ. L lambda equal to 2d sin theta where n equal to 1, 2, 3 etc. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്യൂബിക് ലാറ്റിസ് ഹാസ് മാക്സിമം നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ? Option A, simple cubic. B, body centered cubic. C, face centered cubic. D, all have same. ഇതിൽ ആൻസർ ഓപ്ഷൻ സി, ഫേസ് സെൻറ്റേഡ് ക്യൂബിക് ആണ്. നമ്മൾ ഡിസ്കഷനിൽ പറഞ്ഞിരുന്നു നമ്പർ ഓഫ് ആറ്റംസ് 4 ആണെന്നുള്ളത്. How many Cl minus ions are there around Na plus ion in NaCl crystal? Option A, 3. B, 4. C, 6. D, 8. Answer option C, 6. In crystal structure of NaCl, the arrangement of Cl minus ion is?
Option A FCC, B BCC, C both A and B, D none of these. Answer option A FCC. Next question. ഈ ഒരു ടൈപ്പിലൊരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. എ സോളിഡ് ഹാസ് എ സ്ട്രക്ചർ ഇൻ വിച്ച് ടങ്സ്റ്റൺ ആറ്റംസ് ആർ ലൊക്കേറ്റഡ് അറ്റ് ദി കോർണേഴ്സ് ഓഫ് എ ക്യൂബിക് ലാറ്റിസ്, oxygen atoms at the center of edges and sodium atom at center of the cube. The formula for the compound is option A NaWO2, B NaWO3, C Na2WO3, D NaWO4. ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ ആറ്റം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ സോഡിയം അറ്റ് ദി ബോഡി സെൻറ്റർ ആണ്. അപ്പോൾ ബോഡി സെൻറ്ററിലായതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ആറ്റം 1 ആയിരിക്കും. ടങ്സ്റ്റൺ ആർ ലൊക്കേറ്റഡ് അറ്റ് ദി കോർണർ. അപ്പോൾ 8 × 1/8 ഈക്വൽ ടു 1 ആറ്റാണ് ടങ്സ്റ്റൺ ഉണ്ടാവുക. ഓക്സിജൻ അറ്റ് ദി സെൻറ്റർ ഓഫ് ദി എഡ്ജ് ആണ്. ഇപ്പോൾ ക്യൂബിൽ 12 എഡ്ജ്, അപ്പോൾ 12 × 1/4 കോൺട്രിബ്യൂഷനാണ് വരുന്നത്. അപ്പോൾ 3 ആറ്റം. അപ്പോൾ സോഡിയം 1, W1, oxygen 3. So the formula is NaWO3. Answer option B. Next question. A compound of M and X atoms has a cubic unit cell. M atoms are at the corners and body center positions, and X atoms are face center position of cube. The molecular formula of the compound is option A Mx, B Mx2, C M3x3, D M2x3. അപ്പോൾ നമുക്ക് ഓരോന്നും എവിടെയാണെന്ന് നോക്കാം. എം ആറ്റം അറ്റ് ദി കോർണർ ആൻഡ് ബോഡി സെൻറ്റർ. അപ്പോൾ കോർണറിലാകുമ്പോൾ 8 × 1/8 പ്ലസ് ബോഡി സെൻറ്ററിൽ 1 ഈക്വൽ ടു 2 ആറ്റം. എക്സ് ആറ്റം അറ്റ് ദി ഫേസ് സെൻറ്റർ. ഇപ്പോൾ 6 × 1/2 ഈക്വൽ ടു 3 ആറ്റം. അപ്പോൾ M2 ആണ്, എക്സ് 3 ആണ്. അപ്പോൾ ഫോർമുല M2x3. ആൻസർ ഓപ്ഷൻ ഡി. A FCC crystal contains how many atoms in each unit cell? Option A 4, B 6, C 3, D 8. Answer option A 4. In the fluoride structure, the coordination number of Ca2+ ion is option A 4, B 6, C 8, D 3. Answer option C 8. Next question. For a covalent solid, the units which occupy lattice points are option A atoms, B ions, C molecules, D electrons. Answer option A atoms. Diamond carbon is dash hybridized. Option A sp2, B sp3, C sp3d, D sp2d. Answer option B sp3. Better X-ray diffraction is possible only when it has option A high atomic density, B low atomic density, C low electrons, D all of the above. Answer option A high atomic density. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് സോളിഡ് സ്റ്റേറ്റിലെ നെക്സ്റ്റ് ഏരിയകൾ കവർ ചെയ്യാം. അതുപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസറും ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.